ഗുഡ് മോർണിംഗ് ഗൈസ്. ഈ വർഷം കീം ചെയ്യുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നെക്സ്റ്റ് വീക്കാണ് കീം എക്സാം വരുന്നത്. ഓൺലൈൻ മോഡാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. ഫിസിക്സും കെമിസ്ട്രി ഫിസിക്സ് 45 ക്വസ്റ്റ്യനാണ്. കെമിസ്ട്രി 30 ക്വസ്റ്റ്യൻ, അതായത് 75 ക്വസ്റ്റ്യൻ അവിടെ പാർട്ട് എയിൽ നടക്കുന്നത്. പാർട്ട് ബി മാത്സ് 75. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് 4 മാർക്കാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 600 മാർക്ക്. ഓക്കെ, ടോട്ടൽ മാർക്ക് 600 മാർക്കാണ്. പാർട്ട് എ 300 മാർക്ക്, മാത്സ് 300, അങ്ങനെ. അപ്പം ഫിസിക്സും കെമിസ്ട്രിയും കൂടി ക്വാളിഫൈ ചെയ്യാൻ 10 മാർക്സ്, മാത്സ് ക്വാളിഫൈ ചെയ്യാൻ 10 മാർക്സ്. അപ്പോൾ ഈ 10 മാർക്സ് കിട്ടണമെങ്കിൽ ഒരു 4-5 ക്വസ്റ്റ്യൻ അറിയുന്ന മാത്രം എഴുതിയാൽ തന്നെ ഫിസിക്സും കെമിസ്ട്രി ക്വാളിഫൈ ആവും. അതേപോലെ മാത്സ് ഒരു 5 എഴുതിക്കഴിഞ്ഞാൽ മാത്സും ക്വാളിഫൈ ആവും. അങ്ങനെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വരും. ഓക്കെ, അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്നാൽ നിങ്ങൾക്ക് എയ്ഡഡ് കോളേജിലെല്ലാം ജോയിൻ ചെയ്യാം. ഒരു 60,000 ആ റേഞ്ച് ഫീസ് ഉണ്ടാവും കൊല്ലത്തിൽ. ഇനി നല്ല റാങ്ക് വേണമെങ്കിൽ നിങ്ങൾ എന്താക്കണം, മറ്റേ കെമിസ്ട്രി ഫസ്റ്റ് കെമിസ്ട്രി നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. കെമിസ്ട്രി ജസ്റ്റ് വായിച്ചിട്ട് ജസ്റ്റ് ആൻസർ ചെയ്യേണ്ട കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതേപോലെ ഫിസിക്സ്, പിന്നെ മാത്സ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറിയുന്നത് ജസ്റ്റ് നല്ല സ്ട്രെയിറ്റ് ലൈൻസ് നല്ല ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ കോണിക് സെക്ഷൻ, ഇൻ്റഗ്രേഷൻ, കാൽക്കുലസ് നല്ല ഇൻ്റഗ്രേഷൻ നല്ല 7 ക്വസ്റ്റ്യനെല്ലാം ചോദിക്കും. അപ്പോൾ അതെല്ലാം നല്ലോണം നോക്കുക. പിന്നെ വെക്ടർ 3D അതിൽ നിന്ന് ഒട്ടാകെ 10 ക്വസ്റ്റ്യനായിട്ടും ചോദിക്കും. 8-10 മുതൽ വെക്ടർ 3D ചോദിക്കും. മെട്രിക്സ്, ഡിറ്റർമിനൻസ് അതിൽ നിന്ന് ഒരു 10 ക്വസ്റ്റ്യനും ചോദിക്കും. മെട്രിക്സും ഡിറ്റർമിനൻസെല്ലാം നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് പോവുക. പിന്നെ വെക്ടർ 3D, സ്ട്രെയിറ്റ് ലൈൻസ്, കോണിക് സെക്ഷൻ അങ്ങനത്തെ എല്ലാം പഠിച്ചിട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് നല്ല റാങ്കിലേക്ക് കയറാൻ പറ്റും. അതായത് ഫിസിക്സിൽ കുറേ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യേണ്ടതും ഉണ്ടാവും, ഡയറക്റ്റ് ഇക്വേഷൻ വെച്ചിട്ട്. പിന്നെ കെമിസ്ട്രി ജസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യേണ്ടതും ഉണ്ടാവും, തിയറിയും ഉണ്ടാവും. പിന്നെ വായിച്ചിട്ട് ജസ്റ്റ് ചെയ്തേണ്ടതെല്ലാം ഉണ്ടാവും കെമിസ്ട്രി. അപ്പോൾ അതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് അറ്റൻഡ് ചെയ്യണം. തെറ്റിക്കാണ്ട് അറിയുന്ന മാത്രമേ ഇതാട്ടോ, ഓവറായിട്ട് ഇതാക്കേണ്ടി വരില്ല. ഇപ്രാവശ്യം ഓൺലൈനാണ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ മോക്ക് ടെസ്റ്റ് നല്ലോണം അറ്റൻഡ് ചെയ്യുക. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നല്ലോണം ചെയ്യുക. ചിലപ്പോൾ അതിനെ റിപ്പീറ്റഡ് അടിച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട് പ്രീവിയസ് ഇയർ. ഓക്കെ.